തമിഴ്നാട്ടിൽ AIDMK പിളർന്നു. എടപ്പാടി കെ പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി പിന്തുണച്ച് നിയമസഭാ സെക്രട്ടറിക്കും പ്രോടേം സ്പീക്കർക്കും കത്ത് നൽകി 17 MLA-മാർ. 30 പേർ TVKക്ക് പിന്തുണ നൽകും എന്ന കാര്യം കൂടി അറിയുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, TVK എന്നൊരു പാർട്ടി, ഒപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉണ്ടാക്കിയ ഒരു ഓളം, അതുതാ രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായും തമിഴ്നാട്ടിൽ മാറ്റിയെഴുതുന്ന കാഴ്ച നമ്മൾ കാണുന്നു. AIDMK പിളർന്നു എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു. ഒരു വേള DMKയുമായി സഖ്യം ചേർന്ന് പുതിയ സർക്കാർ ഉണ്ടാക്കുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുമൊക്കെ പരന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു പാർട്ടി തന്നെ പിളർന്നു പോയിരിക്കുന്നത്. എന്താണ് ഓരോ വിഭാഗത്തിന്റെയും നിലപാടുകൾ, വിശദാംശങ്ങൾ? പ്രജിൻ, അസിത, അതായത് തുടക്കം മുതൽ തന്നെ, അതായത് 108 സീറ്റുകളിലേക്ക് TVK എത്തിയ ആ ഒരു സമയം മുതൽ തന്നെ ഈ പറഞ്ഞ CV ഷൺമുഖത്തിന്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന MLA-മാരുടെ സംഘം അവർ TVKക്ക് പിന്തുണ നൽകണമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇവരെല്ലാം പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് നിയമസഭാ കക്ഷി നേതാവായി തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു ലെറ്റർ എന്ന് തീരുമാനിക്കുന്ന ഒരു ലെറ്റർ DMKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമി പുറത്തിറക്കുന്നു. അങ്ങനെ അതിനുശേഷം തിരികെ വരുന്നു. പരമാവധി ഈ MLA-മാരെ ഒപ്പം നിർത്താനുള്ള പരമാവധി ശ്രമങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ എടപ്പാടി പളനിസ്വാമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെയാണ് മറ്റു രീതിയിലേക്ക് എന്തായാലും ഈ കാര്യങ്ങൾ മാറുന്നത്. അത് 17 MLA-മാരാണ് DMKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു കത്ത് പ്രോടേം സ്പീക്കർക്കും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറിക്കും നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെ SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു കത്ത് അത് പ്രോടേം സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും നൽകുന്നത് SP വേലുമണിയുടെ ഫ്രാക്ഷനാണ്. അങ്ങനെ 30 പേരാണ് അതിലത്, ആ ഒരു 30 MLA-മാരാണ് അതിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി പിളർന്നിരിക്കുന്നു DMK എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം TVKയുമായുള്ള സഖ്യം, ആ സഖ്യത്തിലേക്ക് പോകണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് ആദ്യം ഉന്നയിച്ചത് CV ഷൺമുഖമാണ്. ആദ്യഘട്ടത്തിൽ മറ്റൊരു വിഭാഗത്തായിരുന്നു, അതായത് SP വേലുമണി എന്ന് പറയുന്നത് വേറൊരു വിഭാഗത്തായിരുന്നു. 40 MLA-മാർ ഈ CV ഷൺമുഖത്തിനൊപ്പം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ എടപ്പാടിയെയും ഈ പറഞ്ഞ രീതിയിൽ SP വേലുമണിയെയും പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് CV ഷൺമുഖവും SP വേലുമണിയും തമ്മിൽ ചർച്ച നടത്തുകയും ആ രീതിയിലാണ് ഒരു കോംപ്രമൈസായി ഇപ്പോൾ ഈ രീതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 30 MLA-മാർ ഇപ്പോൾ SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ കത്ത് ഈ പറഞ്ഞ രീതിയിൽ നിയമസഭാ സെക്രട്ടറിക്കും അതുപോലെ പ്രോടേം സ്പീക്കർക്കും നൽകിയിരിക്കുന്നു. ഇപ്പുറത്തുള്ളത് 17 പേരാണ്. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. അതിൽ വരുന്ന വോട്ടുകൾ, ആ ഒരു വോട്ടിന്റെ പാറ്റേൺ എന്തായാലും ഇത് കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അത് ഇപ്പോൾ ഈ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ TVKക്ക് പിന്തുണ നൽകും ഈ 30 MLA-മാർ എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഉറപ്പായിട്ടും 150 ആയിരിക്കും നാളെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും കിട്ടാൻ പോകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത്. എന്തായാലും DMK പിന്തുണയ്ക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സ്പീക്കർ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയും ഒക്കെ നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും TVK എന്ന് പറയുന്ന പാർട്ടിയുടെ വരവോട് കൂടി നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് DMKയിലെ പിളർപ്പ്. EPS-നെ അനുകൂലിക്കുന്ന പക്ഷം ഒരു വിഭാഗത്ത് നിൽക്കുന്നു. 17 MLA-മാരാണുള്ളത്. മറുപക്ഷം 30 പേരുണ്ട്. അവർ TVKക്ക് പിന്തുണ നൽകണം എന്ന നിലപാടിലുള്ള MLA-മാരുമാണ്. പ്രജിൻ, അഷിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.